നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത് നരേന്ദ്രമോദിയല്ല. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത് നരേന്ദ്രമോദിയോ അമിത്ഷയല്ല. ഈ കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കൊലപാതക ശ്രമത്തിൽ 4ാം പ്രതിയായ നന്ദനെ അറസ്റ്റ് ചെയ്യുവാൻ ഈ കോളേജിലെ ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫായി പ്രവർത്തിക്കുന്ന നന്ദനെ അറസ്റ്റ് ചെയ്യുവാൻ മടി കാണിച്ചാൽ ഒരു സംശയവും വേണ്ട, അതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഇപ്പോ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തെ ആലോ പോലീസിന്റെ SP പാളത്തിന്റെ മുട്ടുപറക്കിയാണ് നന്ദനെ അറസ്റ്റ് ചെയ്യാൻ. പെരുമ്പാവൂർ DYSPയുടെ മുട്ടുപറക്കിയാണോ നന്ദൻ അറസ്റ്റ് ചെയ്യാൻ? നന്ദൻ ഒരാളെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിൽ 4ാമത് വ്യക്തിയാണ് ഈ നന്ദൻ. എന്റെ കാലി പോലീസിന്റെ കൈ വറയ്ക്കണ്ടോ, മുട്ടുവറയ്ക്കണ്ടോ എന്ന് നട്ടയില്ലേ? ഇപ്പൊ പറയുന്നത്, ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്, ഈ കേസ് അന്വേഷിക്കുന്ന SI ഡൽഹിക്ക് പോയിരിക്കുകയാണത്രേ. ഡൽഹിക്ക് പോയാൽ കാലി പോലീസ് സ്റ്റേഷൻ പൂട്ടി. നിങ്ങളും അന്ന് ഡൽഹിക്ക് പൊക്കോ. കാലി പോലീസ് സ്റ്റേഷൻ പൂട്ടി. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡൽഹിക്ക് പൊക്കോ. നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത് നരേന്ദ്രമോദിയല്ല. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത് നരേന്ദ്രമോദിയോ അമിത്ഷയല്ല. ഈ കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കൊലപാതക ശ്രമത്തിൽ 4ാം പ്രതിയായ നന്ദനെ അറസ്റ്റ് ചെയ്യുവാൻ ഈ കോളേജിലെ ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫായി പ്രവർത്തിക്കുന്ന നന്ദനെ അറസ്റ്റ് ചെയ്യുവാൻ മടി കാണിച്ചാൽ ഒരു സംശയവും വേണ്ട, അതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഈ നന്ദൻ എന്താ വെല്ലുവിളിച്ചത്? ഈ BJP എന്ത് വെല്ലുവിളിച്ചത്? ഇവിടെ നന്ദൻ വെല്ലുവിളിക്കുന്നത് SFIയുടെ ജില്ലാ സെക്രട്ടറിയെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് നന്ദൻ വെല്ലുവിളിച്ചത്. ഞങ്ങൾ അവളുടെ വിനയത്തോട് പറയാണ്, ഈ നന്ദൻ വെല്ലുവിളിച്ചുകൊണ്ട് RSSന്റെ കാര്യാലയത്തിൽ നന്ദന് താമസിക്കാൻ കഴിയുമെന്ന് നന്ദൻ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ജോലി ചെയ്യാൻ കഴിയുമെന്ന് ഈ നന്ദൻ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ചില ഗുണ്ടകളെ മുറപ്പറ്റിയാണ് BJP പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള കിരൺ ഷാജി, ഈ യോഗപുരത്തുള്ള ഒരു കിരൺ ഷാജി കാപ്പ കേസ് അകത്ത് പോയ ആളാണ്. ഹിന്ദു ഐക്യവേദി പ്രവർത്തകൻ. ഇവിടെ മലയാറ്റൂർ യതീഷ് ഈ ഹിന്ദുത്വവാദി പ്രവർത്തകനാണ്. ഗുണ്ടാ സംഘങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടാത്ത ആളുകളെല്ലാം ഉൾച്ചേർന്നുകൊണ്ട് ഇന്ന് BJPക്ക് വേണ്ടി, RSSന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ പോലീസിന്റെ പണി പോലീസ് എന്ത് ചെയ്യുന്നുണ്ടോ? ഈ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുമ്പോ ഹെൽമെറ്റ് വെക്കാതെ ഏതെങ്കിലും പാവപ്പെട്ട ഒരു ഗയനാഥൻ പാല് മേടിക്കാൻ വേണ്ടി ബൈക്കിൽ വന്നാൽ ഒരു ഫോട്ടോ എടുക്കാൻ, അതല്ല നമ്മുടെ ചില ഉദ്യോഗസ്ഥ പരിപാടി. ആ ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസം അത് ആ നമ്പർ നോക്കി ആ പാവപ്പെട്ട ഗയനാഥനെ വിളിച്ചു വരുത്തുക. പാല് വാങ്ങിപ്പോയതാണ്. കൊലപാതക കേസിൽപ്പെട്ട പ്രതി നന്ദൻ ഇവിടെ RSS കാര്യാലയം താമസിക്കുന്നു. പക്ഷെ ഇവിടുത്തെ പോലീസ് ഓഫീസർ ചെയ്യുന്നത് എന്താ? രാവിലെ നടക്കാനിറങ്ങുമ്പോ ഒരു സ്നാപ്പ്, ഒരു ഫോട്ടോ അതെടുത്തിട്ട് ഈ പാവപ്പെട്ട, ഒരു ദിവസം ജോലിക്ക് പോയാൽ 500 റുപ്യ പോലും കിട്ടില്ല. അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതിന് ആ പാവത്തെ ശിക്ഷിച്ചു. ഇവിടെ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കല്ല് ലോഡുകൾ